എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മസാലയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്ത് വെച്ചിട്ടാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ ഈ ഒരു വെജിറ്റബിൾ വെച്ചിട്ടാണ് മസാല ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പേര് ഹിന്ദിയിൽ ഇതിന് പർവൽ എന്നാണ് പറയുക, ഇംഗ്ലീഷിൽ പോയിൻറ്റഡ് ഗാർഡ് എന്ന് പറയും. അപ്പോൾ ഇത് കണ്ടാൽ നമ്മുടെ കുഴക്ക പോലെയൊക്കെ ഇരിക്കും. ഉള്ളിലാണെങ്കിൽ പടവലങ്ങ അല്ലെങ്കിൽ കയ്പ്പയ്ക്കൊക്കെ പോലെ കുരു ഉണ്ടാവും. അപ്പോൾ നമ്മളിതിൻ്റെ തൊലിയും കളയണം, ഉള്ളിലെ കുരുവും കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിത് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മോൾ ഭാഗവും അടിഭാഗവും നമ്മളൊന്ന് ചെത്തിക്കളയണം. അത് ചെത്തിക്കളഞ്ഞ ശേഷം നമ്മൾ തൊലി നന്നായിട്ടൊന്ന് ചിരണ്ടി എടുക്കണം. ഇത് എളുപ്പം പോരും, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ചിരണ്ടി എടുക്കാൻ, പെട്ടെന്ന് പോരും തൊലി. നന്നായിട്ട് ചിരണ്ടി എടുത്ത ശേഷം നമ്മളിതിൻ്റെ നടുവിൽ കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് വരയ്ക്കണം. എന്നിട്ട് അതിൻ്റെ കുരു കൂടി പുറത്തെടുത്ത് കളയണം. നമ്മളിതുപോലെ ഒരു കത്തി എടുത്തിട്ട് അതിൻ്റെ നടുവിൽ ചെറിയൊരു വര വരയ്ക്കണം. എന്നിട്ട് കൈയിട്ടിട്ട് അതിൻ്റെ കുരുകൾ മുഴുവൻ പുറത്തേക്ക് കളയണം. അപ്പോൾ കുരു എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, രണ്ടായിട്ട് പിളർന്നു പോകരുത്. നമുക്കിതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. എല്ലാം കുരു എടുത്ത ശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതേപോലെ എല്ലാത്തിൻ്റെയും തൊലിയും കുരുവൊക്കെ എടുത്ത ശേഷം നമുക്ക് എല്ലാം കഴുകിയെടുക്കാം. അങ്ങനെ കഴുകിയെടുത്ത് വെച്ചതാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കാൻ നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. ഇത് വളരെ ചെറുതായിട്ട് അരിയണം, എന്നാലേ നമുക്കതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും കൂടി ചതച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മസാലകൾ ഓരോന്നായി ചേർക്കാം. ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ ജീരകപ്പൊടി, പിന്നെ നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് ആംചൂർ പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സാധനമാണ്. അതായത് അച്ചാറെല്ലാം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ എണ്ണ പൊന്തി നിൽക്കാറുണ്ട് കുപ്പിയുടെ മുകളിൽ. അപ്പോൾ ആ എണ്ണ നമ്മളിതിലേക്ക് ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, സാധാ എണ്ണ ചേർത്താൽ മതി. പക്ഷേ ഇങ്ങനെ ചേർക്കുക സ്വാദാണ്. അപ്പോൾ നമുക്കിത് കുറച്ച് ഈ അച്ചാറിൻ്റെ എണ്ണയും ബാക്കി സാധാ എണ്ണയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി 1 ടീസ്പൂണോളം സാധാ എണ്ണയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്തത്, പക്ഷേ കൈ വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എല്ലാ മസാലകളും നന്നായിട്ട് പിടിക്കണം. നമ്മൾ ഈ ഒരു സ്റ്റഫിംഗ് ആണ് പർവലിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് ചെയ്യാം. അപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ച് പർവലെടുക്കാം. അതിലേക്ക് നമ്മളുടെ ഉള്ളിയുടെ മിക്സ് നിറച്ച് കൊടുക്കാം. എത്ര നിങ്ങൾക്ക് നിറയ്ക്കാൻ പറ്റുമോ അത്രയും നിറയ്ക്കുക, അതിന് അളവൊന്നുമില്ല. ഒരു പർവലിൽ എത്ര മാക്സിമം കൊള്ളൂ അതിനനുസരിച്ച് ഫില്ല് ചെയ്യാം. നമ്മളിപ്പോൾ എല്ലാ പർവലിലും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളൊരു പാനിലെടുത്ത് അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത്, അത്യാവശ്യം നന്നായിട്ട് എണ്ണ ഒഴിക്കണം. ഇത് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത്. ഇനി പർവൽ നമ്മൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. എല്ലാം വെച്ച് കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കണം. തീ ചെറുതാക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുകയും ചെയ്യണം. ഇത് കുറച്ച് വേവുള്ളൊരു സാധനമാണ്, അപ്പോൾ വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകരുത്. ഇതൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തത്. അത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചതാണ്. പർവൽ ഒരു വിധമായിട്ടുണ്ട്. നമുക്കിനി ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഫില്ലിങ് പുറത്ത് വരാത്ത രീതിയിൽ വേണം ഇളക്കി കൊടുക്കാൻ. ഉരുളക്കിഴങ്ങും പർവലൊക്കെ നന്നായിട്ട് വെന്ത് വന്നു. ഇനി നമ്മളിതിലേക്ക് നേരത്തെ ബാക്കി ഉണ്ടായിരുന്ന മസാല, ഫില്ലിങ്ങിന് ഉപയോഗിച്ച അതേ മസാല തന്നെയാണ്, അതിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല നമ്മളിതിലേക്ക് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി ഒന്ന് വെന്ത ശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യാം. പിന്നെ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഉള്ളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇനി അടച്ച് വെക്കേണ്ട ആവശ്യമില്ല, തുറന്ന് വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മൾ പർവൽ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് പർവൽ കിട്ടുകയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അത് കേരളത്തിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം.
താങ്ക് യു.